കഥയെ ആരംഭിക്കുന്നത് സാം എന്ന് വിളിക്കപ്പെടുന്ന സമാന്ത എന്ന കുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. സമാന്തയുടെ അമ്മ മരണപ്പെട്ടതായിരുന്നു. സമാന്ത തന്റെ അച്ഛന്റെ ഒപ്പം, അതായത് ഹാൽ എന്ന വ്യക്തിക്കൊപ്പമായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം സാൻ ഫെർണാഡോ വാലിയിൽ മികച്ചൊരു ഡൈനർ നടത്തുന്നുണ്ട്, അതായത് ഒരു റെസ്റ്റോറന്റ്. സാം എന്ന ഒരു 8 വയസ്സുകാരിയായിരുന്നു. അച്ഛന്റെ സ്നേഹവായ്പകളിൽ അവൾ വളർന്നു വന്നുകൊണ്ടിരുന്നു. അച്ഛന്റെ ഒപ്പമുള്ള ആ ജീവിതത്തിൽ സാമും ഒരുപാട് സന്തോഷിച്ചിരുന്നു. രാത്രിയിൽ അച്ഛൻ അവൾക്ക് ബെഡ് ടൈം സ്റ്റോറികൾ പറഞ്ഞുകൊടുക്കും. ആ ഫാന്റസി സ്റ്റോറികളൊക്കെ അവൾക്ക് ഒരുപാട് ഇഷ്ടവുമായിരുന്നു. ഹാൽസ് ഡൈനർ എന്ന പേരിലായിരുന്നു അവരുടെ റെസ്റ്റോറന്റ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടുത്തെ സ്റ്റാഫുകൾക്കൊക്കെ ഹാലിനെയും സാമിനെയും കാര്യമായിരുന്നു. സാമിനെ സംബന്ധിച്ചിടത്തോളം ആ ഡൈനറിലെ സ്റ്റാഫുകൾ അത്രയും അവളുടെ കുടുംബമായിരുന്നു. പക്ഷേ കാലങ്ങൾ പോകെ എല്ലാവരും സാമിനൊരു അമ്മയെ വേണ്ടേ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. അങ്ങനാണ് ഫിയോണ എന്ന് പറയുന്ന ലേഡി ഹാലിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഫിയോണയെ പ്രണയിച്ച് ഹാല് വിവാഹം കഴിച്ചു. വിവാഹം കഴിക്കുമ്പോഴേ ഫിയോണയ്ക്ക് ഇരട്ടകളായ 2 കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ അമ്മയ്ക്കൊപ്പം സാമിന്റെ ജീവിതത്തിലേക്ക് 2 സഹോദരിമാർ കൂടി കടന്നു വന്നു. ബ്രിയാനയെന്നും ഗബ്രിയേലയെന്നുമായിരുന്നു അവരുടെ പേരുകൾ. പിന്നീട് ഒരു കൊല്ലക്കാലത്തോളം കടന്നുപോയി. സാമിന് 9 വയസ്സായ സമയത്താണ് അത് സംഭവിക്കുന്നത്. 1994 നോർത്ത് റിഡ്ജിൽ സംഭവിച്ച ഭൂകമ്പം. ആ ഭൂകമ്പത്തിൽ സാമിന്റെ അച്ഛൻ മരണപ്പെടുകയാണ്. അച്ഛൻ വിൽപത്രമൊന്നും എഴുതിവെച്ചിട്ടില്ല എന്ന വിവരമായിരുന്നു സാമിന് ലഭിച്ചതുപോലും. എന്തായാലും അതോടെ സാമിന്റെ ജീവിതം മാറിമറിഞ്ഞു. രണ്ടാനമ്മയുടെയും അർദ്ധ സഹോദരങ്ങളുടെയും അധികാരം സാമിന് മേൽ വീണു. സാം അവിടുത്തെ ഒരു വീട്ടുജോലിക്കാരിയെ പോലായി മാറി. സാമിന്റെ രണ്ടാനമ്മ ഫിയോണ ആകട്ടെ പ്ലാസ്റ്റിക് സർജറിക്കൊക്കെ അടിമപ്പെട്ട് സൗന്ദര്യമാണ് എല്ലാം എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സ്ത്രീയായിരുന്നു. തന്റെ രീതികൾക്കനുസരിച്ച് കാര്യങ്ങളൊക്കെ അവർ മാറ്റിമറിച്ചു. എല്ലാ സ്വത്തുക്കളും അവർ വെച്ച് ആസ്വദിച്ചു. തന്റെ മക്കൾക്കും വേണ്ട സൗകര്യങ്ങൾ കൊടുത്തപ്പോ സാമിന് ഒന്നും തന്നെ ചെയ്തു കൊടുത്തില്ല. തന്റെ അച്ഛന്റെ റെസ്റ്റോറന്റിൽ ജോലി ചെയ്തായിരുന്നു സാം ജീവിക്കാനുള്ള പണം കണ്ടെത്തിയിരുന്നത്. വീട്ടിലോ വീട്ടുജോലിക്കാരിയെ പോലെ പണിയുമെടുത്തു. വർഷങ്ങൾ പിന്നിട്ടു. സാം വളർന്നിരുന്നു. സാം അപ്പോഴും തന്റെ റെസ്റ്റോറന്റിൽ ജോലി നോക്കുകയാണ്. ഹാൽസ് ഡൈനർ എന്ന അച്ഛനിട്ട റെസ്റ്റോറന്റിന്റെ പേരൊക്കെ ഫിയോണ തന്റെ പേരിലേക്ക് മാറ്റിയിരുന്നു. മൊത്തത്തിൽ ഒരു പിങ്ക് രൂപം റെസ്റ്റോറന്റിന് നൽകിക്കൊണ്ട് ഒരു ഗേളി ഹോട്ട്സ്പോട്ടാക്കി അവർ മാറ്റി. സാമിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് പ്രിൻസ്റ്റൺ കോളേജിൽ ചേർന്ന് പഠിക്കുക എന്നതായിരുന്നു. സാമിന്റെ അച്ഛനും ആഗ്രഹിച്ചിരുന്നത് അതായിരുന്നു. അതിനുവേണ്ടി പണം ചേർക്കാൻ അവൾ കഷ്ടപ്പെട്ട് ഫിയോണയുടെ ആ റെസ്റ്റോറന്റിൽ ജോലി ചെയ്യാൻ തുടങ്ങി. ഫിയോണ റെസ്റ്റോറന്റിന്റെ നടത്തിപ്പ് ഏറ്റെടുത്തത് മുതൽ റെസ്റ്റോറന്റിലെ ജീവനക്കാരടക്കം വല്ലാതെ ടയേർഡായി കഴിഞ്ഞിരുന്നു. അവർക്കും മൊത്തത്തിൽ മടുത്ത മട്ടിലായിരുന്നു. പക്ഷേ സാമിനെ ഓർത്തായിരുന്നു അവർ അവിടെ തുടർന്നത്. സാമിന് വേണ്ട സഹായങ്ങൾ ആ റെസ്റ്റോറന്റ് എംപ്ലോയീസ് ചെയ്തു കൊടുത്തിരുന്നു. റെസ്റ്റോറന്റ് മാനേജറായ റോണ്ട സാമിന്റെ അടുത്ത കൂട്ടുകാരിയെ പോലായിരുന്നു. സാമിന് വേണ്ട ഉപദേശങ്ങളും മറ്റും കൊടുത്തിരുന്നതും അവർ തന്നെയാണ്. ഇങ്ങനെയൊക്കെയുള്ള സാമിന്റെ ജീവിതം അവിടെ മാത്രമായിരുന്നില്ല പ്രശ്നത്തിലകപ്പെട്ടത്. സ്കൂളിലും സാമിന് പലപ്പോഴും ബുള്ളിയിങ് ഏൽക്കേണ്ടി വന്നിരുന്നു. അതിന് നേതൃത്വം കൊടുത്തതാകട്ടെ സ്കൂളിലെ ചിയർ ലീഡറായ ഷെൽബി എന്ന പെൺകുട്ടിയായിരുന്നു. സാമിന്റെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സും ഷെൽബിയുടെ കൂടെ കൂടിയിരുന്നു. കിട്ടുന്ന അവസരം ഒന്നും പാഴാക്കാതെ അവർ സാമിനെ കളിയാക്കി. സാമിന് ആകെയുണ്ടായിരുന്നത് അടുത്ത സുഹൃത്ത് കാർട്ടർ മാത്രമായിരുന്നു. കാർട്ടർ ഭാവിയിൽ ഒരു നടനാകണം എന്നാഗ്രഹിക്കുന്ന ഒരു പയ്യനാണ്. മാത്രമല്ല സാമിന് സൈബർ സ്പേസിൽ ഒരു സുഹൃത്തു കൂടിയുണ്ട്. നോമാഡ് എന്നാണ് അവൻ തന്നെ പരിചയപ്പെടുത്തിയിരുന്നത്. തീർച്ചയായിട്ടും ഒരു ഫേക്ക് നെയിം തന്നെ. സാമും തന്റെ ഐഡന്റിറ്റി ആ ഓൺലൈൻ ഫ്രണ്ടിനോട് വെളിപ്പെടുത്തിയിരുന്നില്ല. നോമാഡിന് സാമിനെ പോലെ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് പഠിക്കണം, ഒരു റൈറ്റർ ആവണം എന്നൊക്കെയാണ് ആഗ്രഹം. പക്ഷെ ആ നോമാഡ് എന്ന വ്യക്തി അവളുടെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന ഓസ്റ്റിൻ എയിംസ് എന്ന പയ്യനാണ് എന്ന കാര്യം സാമിന് അറിവേ ഉണ്ടായിരുന്നില്ല. ഓസ്റ്റിനെയാകട്ടെ അവൾ കണ്ടുകൊണ്ടിരുന്നത് പണക്കാരനായ ഒരു സ്പോയിൽഡ് ചൈൽഡ് ആയിട്ടായിരുന്നു. ഓസ്റ്റിൻ സ്കൂളിലെ ഒരു പോപ്പുലർ പയ്യനാണ്. പോരാത്തതിന് സ്കൂൾ ഫുട്ബോൾ ടീമിന്റെ ക്വാർട്ടർ ബാക്കും. ഷെൽബി ഇപ്പോൾ ഓസ്റ്റിനുമായി ഡേറ്റിംഗിലുമാണ്. സാമിന് അതുകൊണ്ടൊക്കെ തന്നെ ഓസ്റ്റിനോട് വെറുപ്പായിരുന്നു. സാമെന്നും തന്റെ ഓൺലൈൻ ഫ്രണ്ടായ നോമാഡിനോട് ചാറ്റ് ചെയ്തു. അത് ഓസ്റ്റിനാണെന്ന് അറിയാതെ തന്നെ. ആദ്യമായി കോളേജിലെ ചാറ്റ് റൂമിലായിരുന്നു അവർ പരിചയപ്പെട്ടത്. പിന്നീട് അവരുടെ സൗഹൃദം വളർന്നതാണ്. സാമും ഫേക്ക് നെയിമിലായതുകൊണ്ട് ഇരുവരും അതുവരെ പരസ്പരം കണ്ടിട്ടേയില്ല. ഒരേ സ്കൂളിലാണ് അവർ പഠിക്കുന്നത് എന്ന് മാത്രമേ അവർക്കറിയൂ. അന്നും അവർ സംസാരിച്ചു. ഓസ്റ്റിന്റെ അച്ഛൻ കുറച്ച് സ്ട്രിക്റ്റ് ആയ മനുഷ്യനാണ്. ഓസ്റ്റിൻ പഠനമൊക്കെ കഴിഞ്ഞ് ഫാമിലി ബിസിനസ്സിലേക്ക് വരണം, യൂണിവേഴ്സിറ്റി ഓഫ് സതേൺ കാലിഫോർണിയയിൽ ചേർന്നവൻ പഠിക്കണം, എല്ലാത്തിലുമുപരിയായി അവൻ കോളേജ് ഫുട്ബോൾ ടീമിൽ മികച്ച രീതിയിൽ കളിക്കണം എന്നൊക്കെയാണ് ഓസ്റ്റിന്റെ അച്ഛൻ ആൻഡിയുടെ താല്പര്യം. ഓസ്റ്റിനാണെങ്കിൽ അതിലൊന്നും തീരെ താല്പര്യമില്ല. എഴുത്തുകാരനാകണം, പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്നൊക്കെയാണ് അവൻ ആഗ്രഹിക്കുന്നത്. അതിനെപ്പറ്റിയായിരുന്നു അന്നവർ സംസാരിച്ചതും. തന്റെ കൂടെയുള്ള ഗേൾ ഫ്രണ്ട്സ് ഒക്കെ തന്റെ പണവും പ്രശസ്തിയും കണ്ട് കൂടെ കൂടിയിട്ടുള്ളവരാണ് എന്ന കാര്യവും അന്ന് നോമാഡ് അവളോട് പറയുന്നുണ്ട്. ഓസ്റ്റിനാകെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നത് തന്റെ ഓൺലൈൻ സുഹൃത്തിനോട് മാത്രമായിരുന്നു. അന്ന് നോമാഡ് ഒരു മെസ്സേജ് കൂടി അയച്ചു. നമുക്ക് നേരിൽ കാണാൻ സമയമായില്ലേ, ഹാലോവീൻ പാർട്ടിയിൽ വെച്ച് ഡാൻസ് ഫ്ലോറിൽ വെച്ച് നമുക്ക് മീറ്റ്
മീറ്റ് ചെയ്താലോ? അതും കൃത്യം 11 മണിക്ക് നമുക്ക് മീറ്റ് ചെയ്യാം. നോമാഡ് എന്ന ഓസ്റ്റിന്റെ ആ മെസ്സേജ് സാമിനെ തേടിയെത്തി. നോമാഡ് ആരാണെന്ന് സാമിനറിയില്ലല്ലോ. സാമിനാദ്യം കുറച്ച് അങ്കലാപ്പുണ്ടായിരുന്നു. താൻ പറയാമെന്ന് സാം മറുപടി പറഞ്ഞു. പിന്നാലെ തന്റെ സുഹൃത്ത് കാർട്ടറുമായി സാം ആ കാര്യം ഡിസ്കസ് ചെയ്തു. അവളോട് നേരിട്ട് ചെല്ലാനും നോമാഡിനെ ഫേസ് ടു ഫേസ് കാണാനുമായിരുന്നു കാർട്ടർ ഉപദേശിച്ചത്. പക്ഷേ സാമിന് സംശയമുണ്ടായിരുന്നു. അങ്ങനെ പരസ്പരം കണ്ടുകഴിഞ്ഞാൽ പരസ്പരം കാണാതെയുള്ള ഈ ഫ്രണ്ട്ഷിപ്പ് ഇതുപോലെ മുമ്പോട്ട് പോകുമോ എന്ന്. അന്ന് സാമിന് ഒരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഫിയോണയുടെ കാർ വാഷിൽ കൊടുക്കണം. അവള് രണ്ടാനമ്മയുടെ കാറും എടുത്ത് ഓസ്റ്റിന്റെ കാർ വാഷ് സെന്ററിലെത്തി. കൂട്ടത്തിൽ സാമിന്റെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സും അതേ കാർ വാഷിലേക്ക് വന്നിരുന്നു. അവരുടെ വരവ് ഓസ്റ്റിനുമായി സംസാരിക്കാൻ വേണ്ടിയാണ് എന്നൊറ്റയടിക്ക് തന്നെ മനസ്സിലാവുമായിരുന്നു. സമ്പന്നനായ സുന്ദരനായ ഓസ്റ്റിനെ വളയ്ക്കാൻ അവരടക്കം പലരും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ പ്രവൃത്തികളൊക്കെ കണ്ട എന്ത് മന്ദബുദ്ധികളാണ് അവരെന്ന മട്ടിലായിരുന്നു അവരുടെ പെരുമാറ്റമൊക്കെ. അങ്ങനെ സാം ഫിയോണയുടെ മുമ്പിലേക്ക് പിന്നീട് എത്തിച്ചേർന്നപ്പോ ഹാലോവീൻ പാർട്ടിയുടെ കാര്യവും തനിക്ക് പോവേണ്ട കാര്യവും അവൾ പറഞ്ഞു. പക്ഷെ ഫിയോണയ്ക്ക് അതിൽ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. അന്ന് രാത്രി എന്തായാലും അവൾ റെസ്റ്റോറന്റിലെ ഡ്യൂട്ടി എടുത്തേ പറ്റൂ എന്ന കാര്യം ഫിയോണ തറപ്പിച്ചു പറഞ്ഞു. താൻ ഇതുവരെ ഫിയോണയോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ തന്നെ ഹാലോവീൻ പാർട്ടിക്ക് വിടണം എന്നവൾ അപേക്ഷിച്ചെങ്കിലും ഫിയോണ ചെവികൊണ്ടില്ല. ഏറെ ഡിസപ്പോയിന്റഡ് ആയ സാം അന്ന് അവിടെ നിന്ന് റെസ്റ്റോറന്റിലേക്ക് പോയി. അന്ന് കുറച്ചു കഴിഞ്ഞ് ഫിയോണ റെസ്റ്റോറന്റിലെത്തി. അവിടെ വന്ന ഫിയോണ സാമിനെ നല്ല രീതിയിലൊന്ന് അപമാനിച്ചു. താൻ രാത്രി 12 മണിക്ക് ചെക്ക് ചെയ്യാൻ വരുമെന്നും നീ ഇവിടെ ഉണ്ടാകണം എന്നും പറഞ്ഞിട്ടായിരുന്നു ഫിയോണ അന്ന് റെസ്റ്റോറന്റിൽ നിന്ന് പോയത്. അന്നാണെങ്കിൽ ഹാലോവീൻ പാർട്ടി നടക്കുന്ന ദിവസമാണ്. സാമിന് എങ്ങനെയെങ്കിലും പോകണമെന്നുണ്ട്. പക്ഷേ ഫിയോണ ചെക്ക് ചെയ്യാൻ വന്നാൽ അതാകെ പ്രശ്നമാകും. പിന്നാലെയായിരുന്നു റെസ്റ്റോറന്റിൽ ഒരു ടേബിളിൽ ആളുകൾ വന്നത്. ഓർഡർ എടുക്കാൻ ഒരാൾ പറഞ്ഞപ്പോ സാം അങ്ങോട്ടേക്ക് ചെന്നു. അവിടെ ഇരുന്നിരുന്നത് ഓസ്റ്റിനും ഷെൽബിയും അടക്കം സ്കൂളിലെ കുട്ടികളായിരുന്നു. സാമിനാദ്യം കുറച്ച് മടിച്ചെന്നെങ്കിലും ധൈര്യം സംഭരിച്ച് അവൾ മുമ്പോട്ടേക്ക് ചെന്നു. അവളെ അവിടെ അങ്ങനെ കണ്ടതും ഷെൽബി അവളെ കണക്കിന് പരിഹസിച്ചു. ഒടുവിൽ അവൾക്ക് ആ ടേബിളിൽ നിന്ന് തിരികെ പോരേണ്ടി വന്നു. അവിടെ ഇരുന്ന് ഓസ്റ്റിന് അവരുടെയൊക്കെ ആ പരിഹാസം അത്രയ്ക്കങ്ങോട്ടേക്ക് ഇഷ്ടപ്പെട്ടില്ല. അന്ന് അതിന്റെ പേരിൽ ഷെൽബിയുമായി അവൻ ബ്രേക്കപ്പ് ആയി. എന്തായാലും കുറച്ചു സമയം കഴിഞ്ഞ് പാർട്ടിക്ക് പോവേണ്ട സമയമെടുത്തിരുന്നു. സാമിനെ കൂട്ടാൻ സോറോയുടെ വേഷം ധരിച്ച് കോസ്റ്റ്യൂം ധരിച്ച് കാർട്ടർ അങ്ങോട്ടേക്ക് വന്നു. സാമിന്റെ സുഹൃത്തും മാനേജറുമായ റോണ്ടോ സാമിനോട് പാർട്ടിക്ക് പോവാൻ പറഞ്ഞു. എങ്ങനെങ്കിലും ഞങ്ങൾ മാനേജ് ചെയ്തോളാം, 12 ആവുമ്പോഴേക്കും വന്നാ പോരെ എന്ന മട്ടിലും റോണ്ടോ കൂട്ടിച്ചേർത്തു. റെസ്റ്റോറന്റിലെ മറ്റുള്ളവരും സാമിനെ നിർബന്ധിച്ചപ്പോ പാർട്ടിക്ക് പോവാൻ സാം തയ്യാറാവുകയാണ്. പക്ഷേ അവൾക്ക് ധരിക്കാൻ പറ്റിയ കോസ്റ്റ്യൂംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതന്വേഷിച്ചവർ പോയെങ്കിലും നല്ലതൊന്നും കിട്ടിയതുമില്ല. പെട്ടെന്നാണ് റോണ്ടോയ്ക്ക് ഒരു ഐഡിയ തോന്നിയത്. റോണ്ടോ ഒരു മാസ്ക് കണ്ടു. അവൾ ആ മാസ്ക് വാങ്ങി. പിന്നാലെ സാമിനെയും കൂട്ടിക്കൊണ്ട് തന്റെ വീട്ടിലേക്ക് പോയി. തന്റെ വിവാഹ വസ്ത്രമായ മനോഹരമായ ഗൗൺ എടുത്ത് അത് സാമിന് കൊടുത്തു. ആ മാസ്കും വെച്ച് ഗൗണും ധരിച്ച് സിൻഡ്രലയായിട്ട് പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ സിൻഡ്രലയുടെ വേഷത്തിലായിരുന്നു കാർട്ടറിനൊപ്പം സാം ഹാലോവീൻ പാർട്ടിയിലേക്ക് എത്തിയത്. അവിടെയാകട്ടെ ഓസ്റ്റിൻ പ്രിൻസ് ചാമിങ്ങിന്റെ വേഷം ധരിച്ചെത്തിയിരുന്നു. തന്റെ പ്രിയപ്പെട്ട മിസ്റ്റീരിയസ് ആയ ഓൺലൈൻ ഫ്രണ്ടിനെ കാണാൻ ഓസ്റ്റിൻ കാത്തു നിൽക്കുകയായിരുന്നു. പാർട്ടിയിലേക്ക് എത്തിയതും കാർട്ടർ ഫോൺ എടുത്ത് അതിൽ കൃത്യം 12 മണി ആവുന്നതിന് മുമ്പ് സാമിന് അലാറം സെറ്റ് ചെയ്തു കൊടുത്തു. ആ സമയമാവുമ്പോൾ തന്നെ വന്ന് വിളിക്കണമെന്നും താൻ അവളെ റെസ്റ്റോറന്റിൽ ഡ്രോപ്പ് ചെയ്തോളാം എന്നും കാർട്ടർ അവളോട് പറഞ്ഞിരുന്നു. 12 മണിക്ക് ഫിയോണ ചെക്ക് ചെയ്യാനെത്തുമല്ലോ. അതിനു മുമ്പ് റെസ്റ്റോറന്റിൽ മടങ്ങിയെത്താനായിരുന്നു അവരുടെ പദ്ധതി. അങ്ങനെ പാർട്ടിയിലേക്ക് മാസ്ക് ഒക്കെ ധരിച്ച് സിൻഡ്രലയായി സാം ഇറങ്ങിച്ചെന്നു. അത്രമേൽ ഭംഗി അവളെ കാണാനുണ്ടായിരുന്നു. ഏവരും അവളെ നോക്കിക്കൊണ്ടിരുന്നു. മാസ്ക് വെച്ചതുകൊണ്ട് തന്നെ ഓസ്റ്റിന് അത് സാമാണ് എന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പറഞ്ഞ പോലെ സമയം 11 മണിയായപ്പോ ഡാൻസ് ഫ്ലോറിന്റെ നടുക്കിലേക്ക് നോമാഡിനെ മീറ്റ് ചെയ്യാൻ അവൾ വന്നു നിന്നു. അങ്ങോട്ടേക്ക് ഓസ്റ്റിൻ എത്തി. സിൻഡ്രലയാണ് തന്റെ ഓൺലൈൻ ഫ്രണ്ട് എന്ന് മനസ്സിലാക്കി താനാണ് നോമാഡ് എന്ന് ഓസ്റ്റിൻ സാമിനോടായി പറഞ്ഞു. ഓസ്റ്റിനാണ് നോമാഡ് എന്നറിഞ്ഞതും സാമിന്റെ ഭാവം തന്നെ മാറിയിരുന്നു. ഓസ്റ്റിന് സാമിന് പണ്ടേ ഇഷ്ടമല്ലല്ലോ. അവൾ അവിടെ നിന്ന് പോവാൻ തുടങ്ങി. ഓസ്റ്റിൻ പിന്നാലെ വന്ന് പറഞ്ഞു, എന്നെപ്പറ്റി നീ എന്താ യഥാർത്ഥത്തിൽ വിചാരിക്കുന്നതെന്നറിയില്ല. സ്കൂളിൽ നീ ഈ കാണുന്നതൊന്നും ശരിയല്ലെന്ന് നമ്മൾ സംസാരിച്ചപ്പോ നിനക്ക് മനസ്സിലായതല്ലേ. എന്നിട്ടും നീ എന്താ ഇങ്ങനെ പോകുന്നത്? ഓസ്റ്റിൻ ചോദിച്ചു. ഒരുപക്ഷെ നീ കണ്ടിട്ടുള്ള പോയിൽഡ് റിച്ച് കിഡ്സിനെ പോലല്ല താനെന്നും ഓസ്റ്റിൻ പറയുന്നുണ്ട്. എന്തായാലും സാമും ഓസ്റ്റിനും അന്ന് പുറത്തു കടന്നു. അപ്പോഴും ഓസ്റ്റിന് തന്റെ എതിരിലുള്ളത് സിൻഡ്രലയായിട്ടുള്ളത് സാമാണെന്ന് മനസ്സിലായിട്ടേ ഉണ്ടായിരുന്നില്ല. സാമും തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയില്ല. പുറത്ത് അവരൊരുപാട് സംസാരിച്ചു, ഒന്നിച്ച് ഡാൻസ് കളിച്ചു. അപ്പോഴൊന്നും താൻ ആരാണെന്ന് സാം ഓസ്റ്റിനോട് പറഞ്ഞതേയില്ല. ഇതേസമയം പാർട്ടിക്കകത്ത് ഷെൽബി സിംഗിളായി എന്നറിഞ്ഞതും ഒരുത്തം വന്ന് മോശമായി ബിഹേവ് ചെയ്യാൻ ശ്രമിച്ചു. അവിടെ വേഷം കെട്ടിയുണ്ടായിരുന്ന കാർട്ടറായിരുന്നു അന്ന് ഷെൽബിയെ രക്ഷപ്പെടുത്തിയത്. അത് കാർട്ടറാണെന്ന് ഷെൽബിക്ക് മനസ്സിലായില്ല. എന്തായാലും തന്നെ രക്ഷപ്പെടുത്തിയ ആ വ്യക്തിയിൽ ഇംപ്രസ്ഡ് ആയ ഷെൽബി അന്ന് അവനെ ചുംബിക്കുകയാണ്. ഇതേസമയം മറുവശത്ത് സംസാരിച്ച്
സാമിന് ഓസ്റ്റിനെ ബോധിച്ചിരുന്നു. ഒടുവിൽ താൻ ആരാണ് എന്ന് സാം വെളിപ്പെടുത്താൻ ഒരുങ്ങി നിൽക്കുന്ന ആ സമയത്താണ് അലാം റിങ് ചെയ്യുന്നത്. ഷോപ്പിലേക്ക് പോവാൻ സമയമായിരിക്കുന്നു. സാം ഉടനടി താൻ ആരാണെന്ന കാര്യം ഓസ്റ്റിനോട് വെളിപ്പെടുത്താതെ അവിടെ നിന്ന് മാറി കാർട്ടറെ കണ്ടെത്താൻ ശ്രമം തുടങ്ങി. ഷെൽബിയുമായി ചുംബിച്ചു നിൽക്കുന്ന കാർട്ടറെ ഒടുവിൽ സാം കണ്ടെത്തി. അവിടെ നിന്ന് ഒരു തരത്തിൽ കാർട്ടറെയും കൂട്ടിക്കൊണ്ടുവന്ന് റെസ്റ്റോറന്റിലേക്ക് പോവാൻ ഷെൽബി തയ്യാറെടുക്കുകയാണ്. ഇതേ സമയം അന്നത്തെ ഹാലോവീൻ പാർട്ടിയിലെ പ്രിൻസ് ആൻഡ് പ്രിൻസസ് ആയി പ്രിൻസ് ചാമിങ്ങിനെയും സിൻഡ്രലയെയും തിരഞ്ഞെടുത്തിരുന്നു. ഓസ്റ്റിൻ ആണെങ്കിൽ തന്റെ സിൻഡ്രലയെ തിരഞ്ഞു നടക്കാൻ തുടങ്ങി. ഇതിനിടയിൽ അവിടെ നിന്ന് പോരുമ്പോ സാമിന്റെ ഫോൺ താഴെ വീണു. അത് ഓസ്റ്റിന്റെ കയ്യിലായിരുന്നു കിട്ടിയതും. കാറിൽ കയറിയപ്പോൾ കാർട്ടർ സാമിനോട് ചോദിച്ചു, നീ ആരാണെന്ന കാര്യം പറഞ്ഞോ? ഇല്ല, ഞാൻ പറഞ്ഞില്ല. ഓസ്റ്റിന് വേണ്ടത് ഒരു രാജ്ഞിയെയാണ്, ഒരു പ്രിൻസസിനെ. ഞാനൊരു സാധാരണ പെൺകുട്ടിയല്ലേ എന്നായിരുന്നു സാമിന്റെ മറുപടി. കാർട്ടർ കാറെടുത്ത് മുമ്പോട്ട് പോകാൻ തുടങ്ങിയപ്പോഴേക്കും ഫിയോണയും അർദ്ധ സഹോദരങ്ങളും സഞ്ചരിച്ചിരുന്ന കാർ വട്ടം വരികയാണ്. സാമിന്റെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് സാമിനെ കൃത്യമായി കണ്ടു. പക്ഷേ ഫിയോണ കാണുന്നതിന് മുമ്പ് സാമിന് മറഞ്ഞിരിക്കാൻ പറ്റി. പിന്നാലെ കാർട്ടർ കാറെടുത്ത് മുമ്പോട്ട് പോന്നു. സ്റ്റെപ്പ് സിസ്റ്റേഴ്സിൽ നിന്ന് തങ്ങൾ സാമിനെ കണ്ടു എന്ന് മനസ്സിലാക്കിയ ഫിയോണ റെസ്റ്റോറന്റിലെത്തി ചെക്ക് ചെയ്യാൻ വേഗത്തിൽ കാറ് പായിച്ചു. മറുവശത്ത് കാർട്ടറും വേഗത്തിൽ കാറ് പായിക്കുകയാണ്. ഒടുവിൽ ഫിയോണ റെസ്റ്റോറന്റിലേക്ക് എത്തി. അപ്പോഴേക്കും സാം അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. അതോടെ വരാനിരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് സാം രക്ഷപ്പെടുകയാണ്. അടുത്ത ദിവസം പതിവ് പോലെ സാം സ്കൂളിലേക്ക് ചെന്നു. സ്കൂളിലെത്തിയ സാമിനെ കാത്തിരുന്നത് ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു. തലേ ദിവസം പ്രിൻസസ് ആയ സിൻഡ്രല ആരാണ് എന്ന് ആർക്കും തന്നെ അറിയില്ല. ഓസ്റ്റിനാണെങ്കിൽ സിൻഡ്രലയെ തിരഞ്ഞു നടക്കുകയാണ്. സിൻഡ്രലയുടെ ഒരു സാധനം തന്റെ കയ്യിലുണ്ടെന്നും അതെന്താണെന്ന് കൃത്യമായി പറഞ്ഞാൽ അയാളാണ് സിൻഡ്രലയെന്ന് താൻ മനസ്സിലാക്കിക്കോളാം എന്നുമാണ് ഓസ്റ്റിൻ പറയുന്നത്. നിരവധി പെൺകുട്ടികൾ തങ്ങളാണ് സിൻഡ്രല എന്ന് അവകാശപ്പെട്ട് ഓസ്റ്റിന് മുമ്പിൽ എത്തിയെങ്കിലും അവരെയൊക്കെ ചോദ്യം ചെയ്തപ്പോ അവരൊന്നുമല്ല സിൻഡ്രലയെന്ന് ഓസ്റ്റിൻ മനസ്സിലാക്കി. ഈ സമയം കാർട്ടർ സാമിനോട് നീയാണ് സിൻഡ്രലയെന്ന് പോയി ഓസ്റ്റിനോട് പറഞ്ഞെങ്കിലും സാം മടിച്ചു നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഷെൽബിയെ കണ്ടത്. കാർട്ടർ ഇന്നലെ നടന്ന കാര്യമോർത്ത് ഷെൽബിക്കടുത്ത് തന്നെയായിരുന്നു അവൾ ഇന്നലെ കിസ് ചെയ്തത് എന്ന് പറയാനായി ചെന്നു. പക്ഷേ താൻ ഇന്നലെ ഹീറോ ആയി കരുതി കിസ് ചെയ്തത് കാർട്ടറെയാണെന്ന് മനസ്സിലാക്കിയ ഷെൽബി കാർട്ടറെ റിജക്ട് ചെയ്യുകയാണ്. അത് നേരിട്ട് കണ്ടതോടെ ഓസ്റ്റിനടുക്കൽ ചെന്ന് താനാണ് സാമെന്ന് പറയാനുള്ള ധൈര്യം പൂർണ്ണമായും സാമിന് നഷ്ടപ്പെട്ടു. ഇതേസമയം മറുവശത്ത് ഫിയോണയ്ക്ക് വീട്ടിലേക്ക് മെയിലുകൾ എത്തിയിരുന്നു. അതിലൊരു കത്ത് സാമിനുള്ളതായിരുന്നു. പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ സാമിന് അഡ്മിഷൻ ശരിയായിരിക്കുന്നു. പക്ഷേ അത് സാമിനെ അറിയിക്കാതെ ഫിയോണ മറച്ചുവെച്ചു. പ്രിൻസ്റ്റണിൽ അഡ്മിഷൻ കിട്ടിയാൽ ഫിയോണയുടെ മക്കളെക്കാൾ സാം ഉയർന്നു വരും. മാത്രമല്ല സാമിന് അവിടം വിട്ട് പോവേണ്ടി വരികയും ചെയ്യും. സാം അങ്ങനെ നന്നാവുന്നത് ഫിയോണക്കത്ര ഇഷ്ടമായിരുന്നില്ല. എന്തായാലും അന്ന് വൈകിട്ട് തന്റെ റൂമിലെത്തിയ സാം മെസ്സേജ് ബോക്സ് എടുത്ത് നോമാഡിന്റെ മെസ്സേജുകൾ നോക്കുകയാണ്. ആ സമയമായിരുന്നു ഫിയോണ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു സ്റ്റെപ്പ് സിസ്റ്റർ സാമിനെ വിളിക്കുന്നത്. കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കിയ നിലയിൽ തന്നെ സാം ഫിയോണയ്ക്ക് അടുത്തേക്ക് പോയി. അകത്തേക്ക് കയറി വന്ന സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് സാമിന്റെ ആ ചാറ്റ് കണ്ടു. സാമാണ് സിൻഡ്രലയെന്ന് ആ നിമിഷം അവർക്ക് മനസ്സിലാവുകയാണ്. ഓസ്റ്റിൻ സാമിനെ അന്വേഷിക്കുന്നു എന്ന് കണ്ടതും അവർക്ക് കുശുമ്പും അസൂയയും നിറഞ്ഞു വന്നു. പിന്നാലെ അവരിരുവരും തങ്ങളാണ് സിൻഡ്രല എന്ന് പറഞ്ഞ് നേരെ ഓസ്റ്റിനെ ചെന്ന് കണ്ടു. അവർ പറഞ്ഞ മറ്റു കാര്യങ്ങളൊക്കെ ഓസ്റ്റിൻ അംഗീകരിച്ചെങ്കിലും അവരുടെ നഷ്ടപ്പെട്ട സാധനം എന്താണ്, തന്റെ കയ്യിൽ കിട്ടിയത് എന്താണ് എന്ന് ചോദിച്ചപ്പോ അവർക്ക് പറയാൻ മറുപടി ഉണ്ടായിരുന്നില്ല. അതോടെ ഓസ്റ്റിൻ അവരെ തള്ളി. ഇതേസമയം മറുവശത്ത് ഓസ്റ്റിന് പ്രിൻസൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുവാൻ അവസരം വന്നു ചേർന്നിരുന്നു. പക്ഷേ അത് അവന്റെ അച്ഛനോട് പറയാൻ ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. അന്നവൻ സാം വർക്ക് ചെയ്യുന്ന ആ റെസ്റ്റോറന്റിലേക്ക് എത്തുകയാണ്. സാമെന്ന് ഓർഡർ എടുക്കാൻ അവന്റെ അടുത്തു ചെന്നു. കൂട്ടത്തിൽ എല്ലാ ധൈര്യവും സംഭരിച്ച് താനാണ് സിൻഡ്രല എന്നവനോട് പറഞ്ഞാലോ എന്ന് ചിന്തിച്ചു നിന്നു. പക്ഷെ അവൾ ഓസ്റ്റിനോട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഫിയോണ അങ്ങോട്ടേക്ക് വന്നു. ഫിയോണ അവളെ വിളിച്ചതോടെ ഓസ്റ്റിനോട് അവൾക്ക് സംസാരിക്കാൻ കഴിയാതായി. എന്തായാലും തങ്ങളാണ് സിൻഡ്രലയെന്ന് ഓസ്റ്റിനോട് സ്ഥാപിക്കാൻ പറ്റാതെ പോയതോടെ സാമിന്റെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് നേരെ ഷെൽബിയെ കൂട്ടുപിടിച്ചു. നോമാഡും സാമും തമ്മിലുള്ള ചാറ്റ്, അതായത് ഓസ്റ്റിനും സാമും തമ്മിലുള്ള ചാറ്റ് പ്രിന്റ് എടുത്ത് അവൾക്ക് നൽകി നിന്നിൽ നിന്നും ഷെൽബി അവൾ തട്ടിയെടുത്തതാണ് എന്ന മട്ടിൽ സംസാരിച്ചു. അതോടെ സാമിനൊരു പണി കൊടുക്കാൻ ഷെൽബി തീരുമാനിക്കുകയാണ്. സ്റ്റെപ്പ് സിസ്റ്റേഴ്സിനെയും അവൾ കൂടെ കൂട്ടി. വൈകാതെ സ്കൂളിന്റെ ഫുട്ബോൾ പെപ്പ് പാർട്ടി വരികയായിരുന്നു. മത്സരത്തിന് മുമ്പുള്ള ഒരു ആഘോഷ ചടങ്ങ്. ആ ചടങ്ങിൽ വെച്ച് സാമും ഓസ്റ്റിനും തമ്മിലുള്ള ആ ചാറ്റുകൾ മുഴുവൻ വായിച്ച് സാമാണ് സിൻഡ്രല എന്ന് പബ്ലിക്കായി അറിയിച്ച് സാമിനെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ച് ഷെൽബിയും സ്റ്റെപ്പ് സിസ്റ്റേഴ്സും ചേർന്ന് ഒരു സീനുണ്ടാക്കി. അന്ന് ആ കാണികൾക്കിടയിൽ ഓസ്റ്റിനും ഓസ്റ്റിന്റെ അച്ഛൻ ആന്റിയും ഉണ്ടായിരുന്നു. ഓസ്റ്റിന് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കാനുള്ള താല്പര്യവും റൈറ്റർ ആവാനുള്ള ആഗ്രഹവുമൊക്കെ അതിൽ പറഞ്ഞിരുന്നല്ലോ. കൂട്ടത്തിൽ അച്ഛനോടുള്ള എതിർപ്പ്
കേട്ടപ്പോൾ അതൊക്കെ പബ്ലിക്കായി വായിക്കപ്പെട്ടതോടെ ആന്റി മകനോട് ദേഷ്യത്തിലായി. നീ എന്തൊക്കെയാ ഈ എഴുതി വെച്ചിരിക്കുന്നത്, മറ്റൊരാളോട് പറഞ്ഞിരിക്കുന്നത് എന്ന മട്ടിൽ അയാൾ തന്റെ മകനെ ഷൗട്ട് ചെയ്തു. നാണം കെട്ട പാവം സാമാകട്ടെ അവിടെ നിന്ന് ഓടിപ്പോന്നു. വീട്ടിലെത്തി ആകെ തകർന്നിരുന്ന സാമിനടുത്തേക്ക് ഫിയോണ എത്തിച്ചേരുകയാണ്. കയ്യിലൊരു കത്തുമുണ്ടായിരുന്നു. ആ കത്താകട്ടെ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി സാമിന് അഡ്മിഷൻ നിഷേധിച്ചു എന്ന് പറഞ്ഞുണ്ടാക്കിയ ഒരു ഫേക്ക് ലെറ്റർ ആയിരുന്നു. അതുകൂടിയായതോടെ സാമാകെ തകർന്നുപോയി. അടുത്ത ദിവസം റെസ്റ്റോറന്റിൽ വെച്ച് സാമിന്റെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് വാതിൽ വലിച്ചടച്ച് കടന്നതും ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിരുന്ന ക്ലോക്ക് താഴേക്ക് പതിച്ചു. കൂട്ടത്തിൽ അതൊട്ടിച്ചിരുന്ന വാൾപേപ്പറും കീറി വീണിരുന്നു. പിന്നാലെ അങ്ങോട്ടേക്ക് വന്ന ഫിയോണ സാമിന് മേൽ അതിന്റെ പേരിൽ കുറ്റപ്പെടുത്തൽ ആരംഭിച്ചു. ആ കീറി വീണ വാൾപേപ്പറിന് പിന്നിൽ അവളുടെ അച്ഛൻ എപ്പോഴും പറഞ്ഞിരുന്ന ഒരു കോട്ട് രേഖപ്പെടുത്തിയിരുന്നു. ധൈര്യത്തോടെ എന്തിനെതിരെയും പ്രതികരിക്കണം, അനീതിക്കെതിരെ ശബ്ദമുയർത്തണം എന്ന തരത്തിൽ അവളുടെ അച്ഛൻ പറഞ്ഞിരുന്ന വാക്കുകൾ. അത് വായിക്കുകയും തനിക്കെതിരെ ശബ്ദമുയർത്തുകയും അനീതി ഉണ്ടാവുകയും ചെയ്തു എന്ന് കണ്ടതും അന്ന് സാമിനുള്ളിൽ പ്രത്യേക തരത്തിലൊരു എനർജി രൂപപ്പെട്ടു. തനിക്കെതിരെ നടക്കുന്ന അനീതിക്കെതിരെ അന്നവൾ ശബ്ദമുയർത്തി. താൻ ഇവിടുത്തെ ജോലി രാജിവെക്കുകയാണ് എന്നറിയിച്ചുകൊണ്ട് അവൾ ആ റെസ്റ്റോറന്റിലെ ജോലി ഉപേക്ഷിച്ചു. ഫിയോണക്കെതിരെ തട്ടിക്കയറി സംസാരിച്ചു. അന്നവൾ ജോലി വിട്ടിറങ്ങിയപ്പോ കൂടെ അവിടുത്തെ പല ജീവനക്കാരും കസ്റ്റമേഴ്സും വരെ ഇറങ്ങിപ്പോന്നിരുന്നു. റോണ്ടയ്ക്കൊപ്പം സാം തന്റെ താമസം ആരംഭിച്ചു. അടുത്ത ദിവസമായിരുന്നു ഓസ്റ്റിന്റെ ഫുട്ബോൾ ഗെയിം നടക്കുന്നത്. അന്ന് ഗെയിമിന് മുമ്പ് ലോക്കർ റൂമിലേക്ക് സാം ചെന്നു. ഓസ്റ്റിന് മുമ്പിലെത്തി താനാണ് സിൻഡ്രല എന്ന സത്യം ഓസ്റ്റിന് മുമ്പിൽ ധൈര്യത്തോടെ പറഞ്ഞു. തനിക്കുണ്ടായിരുന്ന പേടികൾ താൻ അതിജീവിച്ചെന്നും അതുപോലെ അവനും അതിജീവിക്കണമെന്നും മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല നീ പ്രവർത്തിക്കേണ്ടത്, നിന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണ് എന്ന മട്ടിലൊക്കെ സാം അവനെ മോട്ടിവേറ്റ് ചെയ്തു. എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി ഒരു തരത്തിൽ ജീവിക്കുകയല്ല വേണ്ടതെന്നും സ്വന്തം മനസാക്ഷി എന്താഗ്രഹിക്കുന്നോ ആ രീതിയിൽ ജീവിക്കാനും അവൾ അവനോടായി പറഞ്ഞു. അന്ന് ഗെയിം നടന്നു. ഗെയിമിന്റെ അവസാന ഘട്ടം എത്തി. ഓസ്റ്റിനും സംഘവും കളിക്കാനിറങ്ങി. അപ്പോഴാണ് കാണികൾക്കിടയിലുണ്ടായിരുന്ന സാം എഴുന്നേറ്റ് പോവാൻ തുടങ്ങുന്നത്. ഓസ്റ്റിൻ കാണുന്നത് താൻ കളിക്കുന്ന കളി ഉപേക്ഷിച്ച് സാമിന് പിന്നാലെ ഓസ്റ്റിൻ ഓടിച്ചെല്ലാൻ തുടങ്ങി. അവിടെ നിന്നിരുന്ന അവന്റെ അച്ഛൻ അവനെ തടഞ്ഞ് നീ എന്താ ഈ കാണിക്കുന്നത്, നിന്റെ സ്വപ്നങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് പോകുവാണോ എന്ന മട്ടിൽ ചോദിച്ചു. അവൻ മറുപടി പറഞ്ഞു, ഞാൻ വലിച്ചെറിയുന്നത് എന്റെ സ്വപ്നങ്ങളല്ല, അച്ഛന്റെ സ്വപ്നങ്ങളാണ് എന്ന് പറഞ്ഞ ഓസ്റ്റിൻ അവിടെ നിന്ന് പോവുകയും സാമിന് അടുത്തെത്തുകയും തന്റെ മനസ്സ് അവളോട് തുറന്ന് അവളെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയും ചെയ്തു. അവിടെ അപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. ആ കാഴ്ച കണ്ട് ഷെൽബിയും സാമിന്റെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. പിന്നീടാണ് സാമിനെ തേടി ആ ഭാഗ്യമെത്തുന്നത്. സാം സൂക്ഷിച്ചിരുന്ന സാമിന്റെ ഫെയറി ടെയിൽ പുസ്തകത്തിനകത്ത് അച്ഛൻ തന്റെ വിൽപത്രം ഒളിപ്പിച്ചിരുന്നു. യാദൃച്ഛികമായി വിൽപത്രം കയ്യിൽ കെട്ടി വായിച്ച് അവൾ ഞെട്ടിത്തെറിച്ചുപോയി. ആ വിൽപത്രത്തിൽ അച്ഛന്റെ എല്ലാ സ്വത്തുക്കളും ഡൈനിങ്ങും അടക്കം അവളുടെ പേരിലേക്കായിരുന്നു എഴുതി വെച്ചിരുന്നത്. സാം പിന്നാലെ ഡിസ്ട്രിക്ട് അറ്റോർണിയെ ചെന്ന് കണ്ടു. കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. ഫിയോണ ചോദ്യം ചെയ്യപ്പെട്ടു. തനിക്കിങ്ങനെ ഒരു വിൽപത്രത്തിന്റെ കാര്യം അറിയുണ്ടായിരുന്നില്ല എന്ന മട്ടിൽ ഫിയോണ കള്ളം പറഞ്ഞെങ്കിലും വിൽപത്രത്തിൽ ഫിയോണയടക്കം ഒപ്പുവെച്ചിരുന്നതുകൊണ്ട് ആ കള്ളം നിലനിന്നില്ല. ചെറുപ്പം തൊട്ടേ ഒക്കെ കൈവശപ്പെടുത്തി സാമിനെ ദ്രോഹിച്ച കുറ്റത്തിന് ഫിയോണ ജയിലിലാവുമെന്ന ഘട്ടമെത്തി. പക്ഷേ തെറ്റേറ്റു പറഞ്ഞ ഫിയോണ സാമിൽ നിന്ന് അതുവരെ പിടിച്ചെടുത്ത് ഉപയോഗിച്ച തുകയടക്കം സാമിന്റെ തന്നെ റെസ്റ്റോറന്റിൽ ജോലി ചെയ്ത് താൻ തിരികെ കൊടുക്കാം എന്ന മട്ടിൽ മാപ്പപേക്ഷിച്ചതോടെ ഡിസ്ട്രിക്ട് അറ്റോർണി അതിന് സമ്മതിച്ചു. സാമും അതിന് ഓക്കെ പറഞ്ഞു. അങ്ങനെ സ്വത്തുക്കളൊക്കെ സാമിന്റെ കയ്യിലെത്തി. മറുവശത്ത് കാർട്ടർ ആകട്ടെ അഡ്വർടൈസ്മെന്റിലൊക്കെ അഭിനയിച്ച് ശ്രദ്ധ നേടാൻ തുടങ്ങിയിരുന്നു. ഷെൽബി അതോടെ പ്രണയം നടിച്ച് കാർട്ടറിന്റെ അടുത്തു ചെന്നെങ്കിലും കാർട്ടർ ഷെൽബിയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായിരുന്നതുകൊണ്ട് അവളെ റിജക്റ്റ് ചെയ്തു. തനിക്ക് ഇഷ്ടമുള്ള സ്കൂൾ ആർജയുടെ കൂടെ അവൻ ഡേറ്റിംഗ് ആരംഭിച്ചു. തന്റെ മകന്റെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി പ്രിൻസ്റ്റണിൽ പഠിക്കാൻ ഓസ്റ്റിന്റെ അച്ഛൻ അവനെ അനുവദിച്ചു. ഓസ്റ്റിനും സാമും ഡേറ്റ് ചെയ്യാൻ ആരംഭിച്ചു. അവർ ഒന്നിച്ച് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലേക്ക് തങ്ങളുടെ പുതിയ ജീവിതത്തിനായി പുറപ്പെട്ടു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.